ഈ വശത്ത് മിന്നുന്ന വിജയമൊക്കെ സ്വന്തമാക്കി ഒരു മുഖ്യമന്ത്രിയെ തെരഞ്ഞെടുക്കാൻ പെടാപ്പാടുപെടുന്ന കോൺഗ്രസിനെ കാണുമ്പോൾ മറുവശത്ത് തോൽവിയാണെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവിനെ തെരഞ്ഞെടുക്കാൻ അവരും ബുദ്ധിമുട്ടുകയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ തോൽവി അതീവ ഗൗരവമെന്നാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. മറയില്ലാതെ സംസാരിക്കാനും മുൻവിധിയില്ലാതെ കേൾക്കാനും നേതൃത്വം തയ്യാറാകണമെന്നും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ആവശ്യമുയർന്നു. പിണറായി വിജയൻ തന്നെ പ്രതിപക്ഷ നേതാവാകണമെന്ന ആവശ്യം CPM നേതൃയോഗത്തിൽ ഉയർന്നെങ്കിലും അദ്ദേഹത്തിന്റെ നിലപാട് ഇക്കാര്യത്തിൽ നിർണായകമാണ്. തിരുവനന്തപുരത്ത് നിന്ന് സേഫ് സൈൻലാബ്ദീൻ ചേരുകയാണ്. സേഫ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ കാര്യമായ വിമർശനങ്ങൾ, അതായത് കൃത്യമായി തന്നെ മനസ്സു തുറന്ന് മറയില്ലാതെ കാര്യങ്ങൾ കേൾക്കേണ്ട ഒരു സാഹചര്യമുണ്ട് എന്ന് പല നേതാക്കൾക്കും ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് ആശ്വാസകരമാണ്. നേരത്തെ VD സതീശന്റെ ഒരു വാക്കുകൾ അത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചിരുന്നത് തോറ്റു എന്നവരെ ബോധ്യപ്പെടുത്താനാണ് ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതുപോലെ ഇപ്പോൾ തോറ്റു എന്നുള്ള യാഥാർത്ഥ്യം അംഗീകരിക്കുന്നതിനപ്പുറത്തേക്ക് എവിടെയൊക്കെ പാളിച്ച സംഭവിച്ചു എന്ന് തുറന്ന് സംസാരിക്കാൻ പല നേതാക്കളും തയ്യാറാകുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിനപ്പുറത്തേക്ക് പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് ആര് വരുമെന്നുള്ള കാര്യത്തിൽ തീരുമാനമായില്ല. അതെ ജിൽസി, ഞങ്ങൾ തോറ്റതല്ല അവർ ജയിച്ചതാണ് എന്ന് പറയുന്ന സാധാരണ ഒരു രീതിയുണ്ട് CPM-ന്. അതായത് ഞങ്ങളുടെ തോൽവിയല്ല അവരുടെ ജയമാണ് ഉണ്ടായത്, ഞങ്ങൾ തോറ്റിട്ടില്ല എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു രീതിയുണ്ട്. ആ രീതിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സമീപനം CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുകയാണ്. എനിക്ക് തോന്നുന്നു 2012 ഞാൻ തിരുവനന്തപുരത്ത് ജോലിക്കായിട്ട് വരുന്നത്. അതിനുശേഷം ഇതുവരെ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുമ്പോൾ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇത്രയും നീണ്ടുപോയ ഒരു ദിവസം എൻ്റെ ഓർമ്മയിലില്ല. കാരണം ഏതാണ്ട് ഒരു 11:15 വരെ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം നീണ്ടു നിന്നു, രാത്രി 11:15 വരെ. അത്രയും നീണ്ട ചർച്ചകൾ നടന്നിട്ടുണ്ട്. എന്തൊക്കെയോ വലിയ കാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചിട്ടുണ്ട്. അതിനകത്ത് കുറേ വിവരങ്ങൾ മാത്രമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം രാത്രി വൈകിയത് കൊണ്ട് കുറേ നേതാക്കന്മാരെ വിളിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും പൊതു അഭിപ്രായം ഒരു പാർട്ടിയുടെ അടിത്തറ ഇളക്കുന്ന തോൽവി അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് പരിശോധിക്കണം, അത് തിരുത്തണം. തിരുത്തൽ സാധാരണഗതിയിൽ CPM-ൽ നടക്കുന്ന ഒരു തിരുത്തൽ രീതിയുണ്ട്. പാർട്ടി ഒരു അവലോകന റിപ്പോർട്ട് തയ്യാറാക്കും, തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട് തയ്യാറാക്കും. അത് ജില്ലാ കമ്മിറ്റികളിൽ നിന്ന് വരുന്ന അവലോകന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാന നേതൃത്വം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചേർന്നുകൊണ്ട് ഒരു തിരുത്തൽ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ള കാര്യം അവർ താത്വികമായി അവലോകനം ചെയ്ത് അങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കും. ഇന്നലെ ഇപ്പോൾ ജില്ലാ കമ്മിറ്റികളിൽ നിന്നുള്ള റിപ്പോർട്ട് പരിശോധിച്ചു, രാവിലെ തന്നെ പരിശോധിച്ചതിന് ശേഷം അവിടെ ഉയർന്നു വന്ന അഭിപ്രായം മറയില്ലാതെ കേൾക്കണം പാർട്ടി അണികളെ എന്നുള്ളതാണ്. അത് തുറന്ന സംസാരത്തിന്റെ ഭാഗമായിട്ട് ചില നേതാക്കൾ ഉന്നയിച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ മേൽഘട്ടിൽ നിന്ന് താഴേക്ക് പോകുന്ന അവലോകന റിപ്പോർട്ടല്ല വേണ്ടത്, താഴെ നിന്ന് മേളിലേക്ക് വരണം. അത് എന്നിട്ട് നമുക്ക് തിരുത്തൽ നടപടി സ്വീകരിക്കാം എന്നുള്ള നിലപാടിലേക്ക് പാർട്ടി നേതൃത്വം എത്തിച്ചേരുകയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് താഴെ തട്ടിൽ ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങി, അതായത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും തുടങ്ങുന്ന പ്രക്രിയ ഇത്തവണ ബ്രാഞ്ചിൽ നിന്നാണ് തുടങ്ങുന്നത്. ബ്രാഞ്ചിൽ നിന്ന് തുടങ്ങി ലോക്കൽ കമ്മിറ്റിയിലേക്ക് വന്ന്, ഏരിയ കമ്മിറ്റിയിലേക്ക് വന്ന്, ജില്ലാ കമ്മിറ്റിയിലേക്ക് വന്ന്, ജില്ലാ സെക്രട്ടേറിയറ്റിലേക്ക് വന്ന്, സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വന്ന്, പിന്നീട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് വരുന്ന രീതിയിൽ തിരുത്തൽ പ്രക്രിയ വേണം എന്നുള്ളതാണ്. ബ്രാഞ്ചിൽ നിന്ന് അടക്കമുള്ള ആൾക്കാർ ഏതാണ്ട് 5.5 ലക്ഷത്തോളം പാർട്ടി അണികളുണ്ട്. ഇവരെയെല്ലാം കേട്ടതിന് ശേഷം എവിടെ തിരുത്തണം, എന്താണ് പറ്റിയത്, ആർക്കൊക്കെയാണ് വീഴ്ച പറ്റിയത് എന്ന കാര്യം വിശദമായി പരിശോധിച്ച് തിരുത്തൽ വരുത്താൻ വേണ്ടിയുള്ള തീരുമാനം CPM-ന്റെ സംസ്ഥാന നേതൃത്വം എടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ CPM-ന്റെ ചരിത്രത്തിലെ കഴിഞ്ഞ കുറേ കാലങ്ങളുടെ ചരിത്രം എടുത്താൽ അങ്ങനെ ഒരു തിരുത്തൽ പ്രക്രിയ CPM-ന് ഉണ്ടായിട്ടില്ല. വീടാന്തരം കയറി ജനങ്ങളുടെ അഭിപ്രായം കേടി തിരുത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അത് ശബരിമല വിവാദമായാലും, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തോൽവിയായാലും, തദ്ദേശ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള തോൽവിയായാലും എല്ലാം അങ്ങനെ കണ്ടിട്ടുണ്ട്. പക്ഷേ താഴേക്കിടയിൽ നിന്ന് അഭിപ്രായം കേട്ട് മേളിൽ വന്ന് തിരുത്തുന്ന പ്രക്രിയ CPM-ൽ വളരെ അപൂർവമായിട്ട് നടക്കുന്നതാണ്. ആ പ്രക്രിയയിലേക്ക് CPM നേതൃത്വം കടക്കുകയാണ്. പിന്നീടുള്ളത് പേര് പറഞ്ഞില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രി പിണറായി വിജയനും അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനുമെതിരായ വിമർശനങ്ങൾ പാർട്ടി യോഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിലെ തോൽവിക്ക് കാരണം ചില നേതാക്കളുടെ ഇടപെടലുകളാണ് എന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട്. പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഭരണത്തിലെ വീഴ്ചകൾ പരിശോധിക്കണമെന്ന ആവശ്യം ഉയർന്നു വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ആര് ജിൽസി ചോദിച്ച പ്രധാനപ്പെട്ട ചോദ്യങ്ങളിലൊന്ന്, ഒരു മുഖ്യമന്ത്രിയെ തീരുമാനിക്കാൻ വേണ്ടി അവിടെ ബുദ്ധിമുട്ടുന്നു, ഇവിടെ പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കാൻ വേണ്ടി എനിക്ക് തോന്നുന്നു അതിനകത്ത് മാത്രം ഒരു വാചകത്തിൽ മാത്രം ഒരു വിയോജിപ്പുണ്ടെന്ന് തോന്നുന്നു. കാരണം അങ്ങനെ ഒരു ബുദ്ധിമുട്ട് CPM-നുണ്ട് എന്ന് കരുതുന്നില്ല. CPM അത്
വേഗത്തിൽ തന്നെ അവർക്ക് ഒരു പ്രതിപക്ഷ നേതാവിനെ തീരുമാനിക്കുന്നതാണ്. പിണറായി വിജയന്റെ അഭിപ്രായത്തിന് പ്രസക്തിയുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹം തന്നെ പ്രതിപക്ഷ നേതാവാകണം എന്ന അഭിപ്രായം ഉയർന്നു വന്നിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായം ഉയർന്നു വന്നപ്പോൾ പാർട്ടി നേതൃത്വം അതിനെ അംഗീകരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. കാരണം ഇന്നലെ ഞാൻ സൂചിപ്പിച്ച പോലെ ഏതാണ്ട് 11:15 കഴിഞ്ഞിട്ടാണ് ആ യോഗം അവസാനിച്ചത്. കൂടുതൽ വിവരങ്ങൾ ഇന്ന് പുറത്തു വരും എന്ന് പ്രതീക്ഷിക്കുക. എന്തായാലും ഒരു തിരുത്തൽ പ്രക്രിയ, അത് അടിമുടി ഒരു മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്ന് കാർൽ മാക്സ് പറഞ്ഞ വാചകം എപ്പോഴും എം വി ഗോവിന്ദൻ പറയാറുണ്ട്. അതുകൊണ്ട് മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചില കാര്യങ്ങൾ മാറും എന്ന് അവർ നേതാക്കന്മാർ തന്നെ സൂചിപ്പിക്കുന്നുണ്ട്. എങ്ങനെയുള്ള മാറ്റം വേണമെന്ന് പാർട്ടി അണികൾ തീരുമാനിക്കും. ജിൽസി, അപ്പോൾ ഒരു മാറ്റം ഉണ്ടാകുമെന്നുള്ള സൂചന തന്നെ CPM നൽകുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സൈഫ് തുടരുക. ഇപ്പോൾ